ഇതാ 4 സിലിണ്ടർ എടുത്തിട്ട് ഫുൾ സിലിണ്ടർ കൂടി തന്നേക്ക്. ചേട്ടാ ഫുൾ സിലിണ്ടർ ഇന്നില്ല, അടുത്ത ആഴ്ച തരാം. എന്നാ 4 സിലിണ്ടറും അടുത്ത ആഴ്ച കൊണ്ടുപോയാ മതി. ചേട്ടാ സിലിണ്ടറിനൊക്കെ ഷോർട്ടേജ് ആണ്, 4 സിലിണ്ടർ എനിക്ക് കൊണ്ടുപോയേ പറ്റത്തുള്ളൂ. പൊളിച്ചെടുത്തല്ലോ, എങ്ങോട്ടേക്ക് പോകുന്നത്? അവിടെ നിൽക്കേ മമ്മി, രക്ഷിക്കണേ. ആരെങ്കിലും എന്നെ വേഗം പിടിച്ചേ. നീ എന്താണ് പറയുന്നത് ബ്രോ? ഇങ്ങനെ സഞ്ചരിക്കുവാണെങ്കിൽ നമുക്ക് പെട്രോൾ അല്ലാതെ എവിടെയൊക്കെ പോവാൻ കഴിയും? പൊളിച്ചെടുത്തല്ലോ, വാചകൊന്ന് നിർത്തിയിട്ട് എന്നെ പിടിക്കാൻ നോക്ക്. വേഗം പിടിക്കേ, ഞാൻ ഇപ്പൊ രക്ഷിക്കണേ, ഇതെങ്ങനെയാ സംഭവിച്ചത് ഗസീട്ട്? എന്റെ വീട്ടിലത്തെ ഗ്യാസ് സിലിണ്ടർ തീർന്നിരിക്കുന്നു. ഇനിയിപ്പൊ ഞാൻ എങ്ങനെയാണ് ആഹാരം ഉണ്ടാക്കുക? മമ്മി, ഞാൻ എന്താ ചെയ്യാ? നീ ഒന്നുകൊണ്ട് വിഷമിക്കട്ടെ ചങ്കേ, നീ എന്റെ കൂടെ വാ. ഗ്യാസ് ഇല്ലാതെ എങ്ങനെയാ ഭക്ഷണം ഉണ്ടാക്കാതെ ഞാൻ കാണിച്ചു തരാന്നേ. വാ. പൊളിച്ചെടുത്തല്ലോ. ഓയ് ഗസീട്ട, എന്റെ ചങ്കെ ഇത് കഴിക്ക്. നിനക്ക് വിശക്കുന്നുണ്ടെന്നല്ലേ നീ പറഞ്ഞത്? പൊളിച്ചെടുത്തല്ലോ. ഈ വേവാത്ത ഭക്ഷണം ഡോക്ടർ തന്നെ കഴിച്ചാ മതിട്ടാ. വലിയേട്ടാ, എന്തിനു വേണ്ടിയായി പാർട്ടി ആഘോഷമൊക്കെ? ഓയ് മോട്ടു, എന്റെ ചങ്കെ, ഞാനൊരു ക്യാപ്സൂൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കഴിച്ച പിന്നെ ഗസീറ്റയുടെ വായിന്ന് തീ വന്നോണ്ടിരിക്കും. അതെങ്ങനെയാണെന്ന് അറിയാമോ? ഇതാ ഈ ഡ്രാഗന്റെ വായിന്ന് വരുന്ന പോലെ. പൊളിച്ചെടുത്തല്ലോ. ആ ക്യാപ്സൂൾ എനിക്ക് വേഗം തന്നോളൂ. എനിക്ക് ചൂടുള്ള സമോസ കഴിക്കാൻ കൊതിയാവുന്നു. വലിയേട്ടാ, സമൂസ കഴിക്കാൻ എനിക്കും വലിയ ആഗ്രഹമുണ്ട്. ഇങ്ങോട്ട് തരൂ, ഒരു ക്യാപ്സ്യൂൾ എനിക്കും തരൂ. ചങ്കെ, ക്യാപ്സൂൾ ഒന്നേ ഉള്ളൂ. ഇതാ, ഇത് നീ കഴിച്ചോ. മോട്ടോ നിക്ക. എന്റെ മോട്ടോ എന്തിനാ എത്ര തിടുക്കപ്പെട്ട് കഴിച്ച? നിനക്കറിയാവുന്ന കാര്യല്ലേ ഡോക്ടർ ജഡ്കയുടെ മരുന്നിന്റെ ഫലങ്ങളെ കുറിച്ച്? എല്ലാവരും മാറി നിൽക്ക്. ഇപ്പൊ ഈ ഡ്രാഗൺ തീ തുപ്പാൻ പോവുകയാണ്. എന്റെ രോഗികളാണ് സത്യം. ഇനി തീ കത്തിക്കാൻ വിറകിന്റെ ആവശ്യമൊന്നും ഇല്ല, ഗ്യാസിന്റെ ആവശ്യമില്ല. ഒരു ക്യാപ്സൂൾ കഴിക്കുക, ഫ്രീ ആയിട്ട് ഭക്ഷണം ഉണ്ടാക്കുക. ഐ ആം ജീനിയസ്, ഐ ആം ജീനിയസ്. താങ്ക് യു വലിയേട്ടാ, താങ്ക് യു. പൊളിച്ചെടുത്തല്ലോ. നീ എന്ത് പണിയെ കാണിച്ചത് മോട്ടോ? സോറി പറഞ്ഞില്ലേ, സോറി സോറി സോറി. അവർക്ക് ബോധം വരുന്നതിന് മുമ്പ് നമുക്ക് ഇവിടുന്ന് സ്ഥലം വിടാം. ഓടിക്കോ. ഇനി നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഞാൻ തീ തുപ്പും, ഭക്ഷണവും റെഡിയാവും. ചായക്കട ചേട്ടാ, പെട്ടെന്ന് കുറച്ച് സമൂസയും എടുത്തേ. വീണ്ടും വന്നു ഓസി പാർട്ടി. ഇന്ന് ഇവർക്ക് സമോസ കൊടുക്കില്ല. ഒട്ടു, ഇന്ന് ആ ഗ്യാസ് ഒക്കെ കഴിഞ്ഞു, അതുകൊണ്ട് സമോസ ഉണ്ടാക്കിയില്ല. സോറി, നിനക്ക് സമോസ തരണമെന്നുണ്ടായിരുന്നു. പക്ഷെ എന്തു ചെയ്യാം, നിനക്ക് ഈ പാകാവത്ത സമോസ എങ്ങനെ തരാനാ? ഇതെന്താ? ഞാനെന്താ സ്വപ്നം കാണുകയാണോ? എന്റെ ദൈവമേ, സ്വപ്നമല്ല, അത് സത്യാണ്. മോട്ടോനിപ്പോ ഡ്രാഗൺസിനെ പോലെ തീ ഊതാൻ കഴിയും. താങ്ക് യു വലിയേട്ടാ, താങ്ക് യു. എന്നെ കരിച്ചു കളഞ്ഞല്ലോടെ.
എന്റെ ജീവിതത്തിൽ എന്ത് തീയിട്ടോണ്ടിരിക്കുകയാണ്. ഇന്ന് അവന്റെ ജീവിതത്തിൽ ഞാൻ കാട്ടുതീ ഉണ്ടാക്കും. ജോണെ നീ മിണ്ടാതെ ഇവിടുന്ന് പോയിക്കോ, അല്ലെങ്കിൽ നിന്റെ ജീവിതമായിരിക്കും തീ പിടിക്കാൻ പോകുന്നത്. ഇനി എനിക്ക് ആരെയും പേടിയില്ല. അടിക്കടാ ഇവന്മാരെ, അടിക്ക്. ഓക്കെ മോട്ടു, ഓവർ ടു യു. യെസ്. എന്തുവാടേ? നിന്നെ കൊണ്ടൊക്കെ ഞാൻ തോറ്റല്ല. തീയിടാൻ വേണ്ടി വന്നിട്ട് എനിക്കാണല്ലോ തീ പിടിച്ചത്. മോട്ട് ഉരുട്ട് വടി കൊടുക്കാൻ വന്നിട്ട് എനിക്കിട്ട് വടി കിട്ടിയല്ലോ. കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയാ. എടാ, കവിതയ്ക്കുണ്ടായവരെ കവിതയുടെ കാര്യം വിട്ട് ഓടിക്കോ. മോട്ടു, വേണ്ട. സോറി, ഐ എം സോറി. എനിക്കൊരു തെറ്റ് പറ്റി പോയതാ. മോട്ടു വേണ്ട. ഇനി ഇത് ആവർത്തിക്കില്ല. അച്ഛൻ പറഞ്ഞിരുന്നു വലിയ ബോക്സർ ആക്കാമെന്ന്. അമ്മാവൻ പറഞ്ഞു അതിലും വലിയ ബോക്സർ ആക്കാമെന്ന്. മോട്ടു വായ അടച്ചു വെച്ച ഒന്നും സംസാരിക്കാൻ നിക്കണ്ട. ഹലോ മോട്ടു പത്തലു, ഇന്നാ ഫ്രൂട്ട്സ് കഴിക്ക്. നന്ദിയുണ്ട്, എന്റെ പേരിലും പിന്നെ മോട്ടുവിന്റെ പേരിലും. ഏയ്, ഇവനെന്താ എങ്ങനെ മിണ്ടാതിരിഞ്ഞു നിൽക്കുന്നേ? ഒരു നന്ദി പോലും പറയുന്നില്ലല്ലോ. ഏയ്, ഇനി മേലോട്ട് വാ. സോറി സോറി ബോക്സർ ഏട്ടാ, സോറി. ഓ, എന്താടാ ഇത്? എന്റെ ദൈവമേ. ഓ, എന്താ പിടിച്ചോ? രക്ഷിക്കണേ. ഈ തീ ഭയങ്കര പ്രശ്നക്കാരൻ, അതിന് വേഗം ദൂരെ കള. വേഗം നിന്റെ വയറിനകത്തുള്ള തീയൊക്കെ അണയ്ക്കാൻ നോക്ക്. ഇന്ന പിടിച്ചോ. ഇപ്പൊ മിണ്ടാതെ കിടന്നുറങ്ങ്. രാവിലെ നമുക്ക് ഡോക്ടർ ജഡ്കയുടെ അടുത്ത് പോവാം. മോട്ടു എണീക്ക, എണീക്ക വേഗം. ഫയർ. മോട്ടു, മോട്ടു എണീക്ക, എണീക്ക വേഗം, വേഗം. ഫയർ. മോട്ടു, ഫയർ, ഫയർ. എന്ത് പറ്റി പത്തലു? ഇതാ പറ്റിയേ. പുറത്തു പോ, പുറത്തു പോയി കിടന്നുറങ്ങ്, അല്ലെങ്കിൽ മുഴുവൻ വീടും തീ പിടിക്കും. രാവിലെ വരെ വീടിനകത്തേക്ക് വരണ്ട. മോട്ടു, കുറച്ച് ആൾക്കാർ ഇതുവഴി ഓടി പോകുന്നുണ്ടായിരുന്നു. നീ അവരെ കണ്ടിരുന്നോ? അവര് ബാങ്ക് മോഷ്ടിച്ച് പോവായിരുന്നു. അവർ എന്ത് നിറത്തിലുള്ള വസ്ത്രമാണ് ഇട്ടിരുന്നത്? അവരുടെ കയ്യിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയൂ. ആ, വേഗം പറയൂ, അല്ലെങ്കിൽ അവരിവിടുന്ന് രക്ഷപ്പെട്ട് കളയും. ആ, ചിങ്കം സാറേ, ഇന്ന് അവന്റെ വായ് ദയവ് ഇത് തുറപ്പിക്കരുത്. ഇന്നവൻ വാ തുറക്കില്ല. ഇതിലും വലിയ ആൾക്കാരെ വാ ഞാൻ തുറപ്പിച്ചിട്ടുണ്ട്. എന്നിട്ടാണോ ഇവൻ? ഞാൻ 3 പ്രാവശ്യം എണ്ണും. അതിനു മുമ്പ് നീ വായ തുറന്നിട്ടില്ലെങ്കിൽ നിനക്ക് ജയിലിനകത്ത് പോവാം. വേണ്ട സാറേ, വേണ്ട. ജയിൽ വേണ്ട. എന്റെ അമ്മോ, ഇതെന്താണ് എനിക്ക് സംഭവിച്ചത്? ഇത് സ്വപ്നമാണോ അതോ സത്യമാണോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഡോക്ടർ ജഡ്ക മോട്ടുവിനെ ഈ പ്രശ്നത്തിൽ നിന്നൊന്ന് രക്ഷിക്ക്. വീട് മുഴുവനും കത്തിപ്പോയി, ഒപ്പം ഞാനും കത്തി. ചിങ്കം, ജോൺ, ചായക്കട ചേട്ടൻ ആരും ഇനി ബാക്കിയില്ല. ഓ പത്ലു, എന്റെ ചങ്കേ, എന്റെ ബ്രോ, ഈ സംഭവം ഉണ്ടല്ലോ 2 ആഴ്ച കഴിയാതെ ശരിയാക്കാൻ പറ്റില്ലെന്നേ. എന്നാ പിന്നെ ഒരു 2 ആഴ്ചത്തേക്ക് നിങ്ങൾ എന്റെ കൂടെ വന്നേ പറ്റൂ. നിക്ക്, അവിടെ നിക്ക്. 2 ആഴ്ച സമയമുണ്ടല്ലോ, നമുക്ക് ഇതുകൊണ്ട് കുറച്ച് കാശുണ്ടാക്കാൻ പറ്റും. പൈസയോ? എങ്ങനെ പൈസ? വരൂ വരൂ, നിങ്ങളുടെ വീട്ടിലുള്ള ഗ്യാസ് സേവ് ചെയ്യൂ. ഗ്യാസ് സേവ് ചെയ്ത് പൈസ സേവ് ചെയ്യൂ. ചുരുങ്ങിയ ചെലവിൽ ഭക്ഷണം ഉണ്ടാക്കൂ. വരൂ. നിങ്ങൾ വളരെ നല്ലൊരു സാമൂഹ്യ സേവനമാണ് ചെയ്യുന്നത്. താങ്ക് യു, താങ്ക് യു. അതെ, നിങ്ങളുടെ കൂട്ടുകാരൻ മോട്ടുവിനെ കാണാനില്ലല്ലോ. അയാൾ എവിടെ പോയി? മോട്ടു, നീ ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ. നമുക്ക് കുറച്ച് നാളിങ്ങനെ കാശുണ്ടാക്കാന്നേ. Watch India's largest kids library only on Jio Hotstar. Download the app now.